ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ജാനിക്കുട്ടി. അപ്പം ഞാൻ ഇന്ന് റോക്കറ്റ് ഇത് ചെയ്യുന്ന അച്ഛനും കൂടെ. അപ്പം ഞാൻ റോക്കറ്റ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വെട്ടിയൊക്കെ വേണം ഉണ്ടാക്കാൻ. നോക്കൂ വീട്ടിൽ ഞാൻ വിട്ടിട്ട് വന്നില്ല. അച്ഛനെ വിളിക്കാം. ഈ ഭീകരൻ അച്ഛൻ ഒരു റോക്കറ്റ് വിട്ടിട്ട് ഗൈസ് അപ്പുറത്തെ വീടിന്റെ ടെറസിൽ പോയി വീണു ഗൈസ്. റോക്കറ്റ് അപ്പുറത്തെ വീട്ടിൽ ഞാൻ വിട്ടിട്ടുണ്ട് ഗൈസ്. ഇന്ന് വൈകുന്നേരം അറിയാം. ഭാഗ്യം ആ റോക്കറ്റിലൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. ഇതിനകത്ത് ഞാൻ നിറയെ പ്രേമലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഗൈസ്. അയ്യോ എവിടെ എവിടെ അയ്യോ കണ്ടില്ലേ ഇടുക്കിയിലേക്ക് പോയിട്ട് ഈ റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കണേന്ന് അച്ഛൻ കണ്ടിട്ട് നഗ്ഗോളൂ. പണ്ട് അതെ സിനിമ കൊട്ടകയിലൊക്കെ പോകുമ്പോ പണ്ടത്തെ സിനിമ കൊട്ടയിൽ മാത്രമല്ല നമ്മൾ പ്ലസ് ടു 10th ഒക്കെ പഠിച്ചിരുന്നപ്പോഴും നമുക്ക് നമ്മുടെ കാമുകിമാർക്കൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വിടായിരുന്നു. കാമുകി എന്ന് പറഞ്ഞപ്പോ അമ്മയുടെ ഒരു മുഖമാറ്റം ഉണ്ട്. പകലൊക്കെ പറയുക അത് നിങ്ങൾക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയിട്ടില്ലല്ലേ? ഇവളുടെ ക്ലാസ്സിൽ ഇതൊക്കെ പറ്റിയുള്ള പരിപാടികളുണ്ട്. നീ ആരാണ് അമ്മേനെ പറയണ? അമ്മ ആളാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ മടക്കി നമ്മൾ സെറ്റാകണം ഗൈസ്. നമ്മുടെ കണ്ടൻ്റൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതി വെക്കുക. സബ്ജക്റ്റ് ഇപ്പുറത്ത് എഴുതുക. ആർക്കാണോ വിടുന്നത് അത് ഇവിടെ മറ്റേ ലവൊക്കെ വരച്ച് ത്രികോണവും സാധനമൊക്കെ വരച്ചിട്ട് തന്നെ കാണുന്നില്ല. അത് കാണണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോക്കറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചെറിയ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം റോക്കറ്റുകളിപ്പോൾ പല രീതിയിൽ നമുക്ക് ഉണ്ടാകാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റീച്ച് അടിപൊളിയായിരിക്കും. കാരണം ഇപ്പം നമ്മൾ 10A പഠിക്കുന്ന ആൾക്കാർക്ക് 10Z റോക്കറ്റ് കൊണ്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ ഉണ്ടാക്കണം. ഓക്കെ, സ്വന്തം മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ മക്കളാണ് മകളുടെ അടിച്ചാൻ. അപ്പോൾ ഈ സാധനം സെറ്റായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ. പണ്ട് ഞങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മാസ് ഡയലോഗ് വരുമ്പോൾ നമുക്ക് ചുമ്മാ ഇങ്ങനെ വിടാം. ചുമ്മാ വിടണ്ട. എനിക്ക് അതിന് മൈലേജ് കുറവായിരിക്കും. റബ്ബർ ബാൻഡ് വേണേ. നമ്മൾ നേരത്തെ ഒരെണ്ണം ഇവർ വിട്ടത് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ചും പുറണം വിട്ടിട്ടത് അപ്പുറത്തെ വീടിൻ്റെ ടെറസിൽ പോയി വീണു ഗൈസ്. അത് മറ്റേത് വിടണത് നമ്മൾ 10A to 10B അത്രയൊക്കെ മൈലേജ് ഉണ്ടാവുള്ളൂ. ഇത് 10A to 10 കുഞ്ഞിന് ക്യാമറയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സമയമൊന്നും കിട്ടത്തില്ല. സ്ഥലം മേളിലേക്ക് അയ്യോ എവിടെ പോയി ഞാൻ കണ്ടില്ല. എങ്ങോട്ട് പോയി? അവിടെ കണ്ടില്ല കണ്ടില്ല. ഓക്കെ, തീർന്നിട്ടുണ്ടോ? അപ്പോൾ ഇനി നമുക്ക് റിപ്ലൈ വരുമോ നോക്കാം. നമുക്ക് വൈകിട്ട് വരെ വെയിറ്റ് ചെയ്യാൻ ഗൈസ്. ആരാണ് നമ്മുടെ ലെറ്റർ?